ടീമൊക്കെ നന്നായിട്ടുണ്ട്. തള്ളേരെ കളഞ്ഞൂടെ? നമ്മളിപ്പോ ഒരാളെടുത്തുമ്പോട്ട് എനിക്കൊരു വീരനാട്യം കളിക്കാൻ ഒരു വേദി ഇതാ, അല്ലെ നിങ്ങൾ എന്നൊരു 10 രൂപ തായോ, ഞാൻ എന്റെ കുട്ടികളെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടില്ല. നക്ഷത്രാകുമ്പോ പിന്നെ എല്ലാവരും വിട്ടു. ടെന്നുമില്ല, ഇനി വരാനിരിക്കുന്നവരും എത്ര പേര് വന്നാലും പേരിനൊരു ഇത് വരുന്നില്ല. കണ്ണൻ ജാനകി എന്ന് പറഞ്ഞിങ്ങനെ നമസ്കാരം പറഞ്ഞിട്ടാണ് കണ്ണൻ 55,000 വരെ നമ്മള് വാങ്ങിച്ചു. ഇത്ര പേരുണ്ട്. അപ്പൊ അതനുസരിച്ച് കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ടല്ലേ? സെറ്റ് മുണ്ട് പോലും ഇല്ലാതെ നക്ഷത്രം നിന്ന സമയത്ത് ഒരാളും മുന്നോട്ട് വന്നിട്ട് ഇന്ന നിങ്ങൾക്ക് പറഞ്ഞ് തന്നില്ല. അത് ഈ പെണ്ണി പെരിഞ്ഞെടുത്തുണ്ടായിരുന്നു അല്ലേ, ഈ പെണ്ണി പെരിഞ്ഞെടുത്തുണ്ടായില്ല, എന്റെ പെരിഞ്ഞെടുത്ത് ഈ പെണ്ണ് പെരിഞ്ഞെടുത്തുള്ളതായിരുന്നു. അങ്ങനെ വരെ കണ്ടിട്ടേ മോളി പെരിഞ്ഞെടുത്തുണ്ടായിരുന്നു. അടുത്ത സീസണും നമുക്ക് ബുക്കിംഗ് ആയി. 2027 ബുക്കിംഗ് ആയി. എവിടെയെങ്കിലും ഒരു ചാൻസ് നാട്ടിലുണ്ടാവും. മറക്കാൻ പറ്റാത്തൊരു പേഴ്സണാണ് എന്റെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രായത്തിലുള്ള ഒരു അമ്മ. ഗോൾഡ് രഞ്ജിത അല്ലെ? യെസ്. അപ്പൊ രഞ്ജിത നക്ഷത്രയിൽ വന്നപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ജാനകി അങ്ങനെ വന്നു. അപ്പൊ എങ്ങനെയാ ഈ നക്ഷത്ര എന്ന പേര്, നക്ഷത്ര ജാനകി എന്ന പേര് കിട്ടി? അങ്ങനെ നക്ഷത്രയിലേക്ക് വന്നപ്പോ ഈ പറഞ്ഞ പോലെ ടോട്ടലി ലൈഫ് ചേഞ്ച് ആയ കാര്യം തൊട്ട് മുന്നേ പറഞ്ഞു. നക്ഷത്ര എന്ന പേര് സ്റ്റാർ, കറക്റ്റ് സ്റ്റാർ ആയി മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ പേര് കണ്ടുപിടിച്ചത്? ആരാണ് അതിനാണ്? അത് ഇതുപോലെ പരിപാടിക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞല്ലോ, കുടുംബശ്രീയുടെ ഇപ്പൊ പേരൊന്നും വേണ്ടായിരുന്നു. പിന്നെയാണ് ഇതുപോലെ ഞങ്ങളുടെ അവിടെ പരിപാടി അവതരിപ്പിക്കാനായിട്ട് വന്നു നിന്നപ്പോ ഓരോ ടീമിനും പേരുണ്ട്. ആലിംഗലമ്മ എന്ന് പറയുന്ന ഒരു ടീമിന് അടുത്താണ്. അവർ തിരുവാതിര കളിയൊക്കെ കളിച്ചിട്ടുള്ളത് കൊണ്ട് അവര് ആലിംഗലമ്മ എന്നുള്ള പേര് കൊടുത്തിട്ടാണ് അവർ ഇറങ്ങിയത് കടത്തില്. ഇരിഞ്ഞാലക്കുട നർത്തന, അതിനും പേരുണ്ട്. പിന്നെ വേറെ കളിച്ച 2 ടീം ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ല, അവർക്കും പേരുണ്ടായിരുന്നു, നടന പെൺകുട്ടികൾ. അപ്പൊ ഞങ്ങള് നോക്കിയപ്പോ അടുത്ത നമ്പർ ഞങ്ങളുടെ കളി വരുന്നത് പേരില്ല. ഇങ്ങനെ നിശ്ചലിച്ചൊക്കെ പേരില്ലല്ലോ. അപ്പൊ 10 പേരുള്ളൂ കളിക്കാൻ. 10 പേര് 2 അമ്മമാര്, വയസ്സായ 2 അമ്മമാര്, 2 പെൺകുട്ടികള്, ഞാന്. അങ്ങനെ അയ്യോ പേരില്ല, അവർക്കൊക്കെ പേരുണ്ടല്ലോ. അപ്പൊ ഇത് പേരൊക്കെ പറഞ്ഞു കയറി വരുന്നത് ഞാൻ വിചാരിച്ചില്ല. മുട്ട് പറിച്ചിട്ടല്ലേ നിക്കണത്. അപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ അങ്ങനെയാണല്ലോ, മുട്ട് പറിച്ച് നിക്കണം. ഇതിന്റെ ഇടയിൽ പേരിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് പിള്ളേര് പറഞ്ഞു പേര് വേണമല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 10 പേരുള്ളൂ, 10 സ്റ്റാർ. അപ്പൊ അങ്ങനെ വിചാരിച്ചു, അയ്യോ ഇതൊരു ഇംഗ്ലീഷ് നെയിം ഒക്കെ അല്ല, കാണാനൊരു നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നണ്ടേ, ഒരു രസം വേണ്ടേ. അപ്പൊ നാടനായിട്ടുള്ള എന്തെങ്കിലും ചിന്തിക്കണ്ടേ. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ നക്ഷത്ര, സ്റ്റാർന്ന് മാറ്റിയിട്ട് നക്ഷത്രാകുമ്പോ പിന്നെ എല്ലാവരും വിട്ടു. ടെന്നുമില്ല, ഇനി വരാനിരിക്കുന്നവരും എത്ര പേര് വന്നാലും പേരിനൊരു ഇത് വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നക്ഷത്ര, സ്റ്റാർ ഒന്നും വേണ്ട, നമുക്ക് നക്ഷത്ര. അവിടെ ആ നെയിം പിന്നെ ഇനി എന്തെങ്കിലും തരത്തിൽ മാറ്റേണ്ടി വരുമ്പോഴല്ലേ. പക്ഷെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് നക്ഷത്ര അത് വല്ലാത്തൊരു പേരെന്ന് ഇപ്പൊ തോന്നുന്നു. കാരണം അത് ഭഗവാൻ ചിലപ്പോ ആ നേരത്ത് നാവിന്റെ തുമ്പിൽ വരുത്തിച്ചതായിരിക്കും. അത് നക്ഷത്രം പോലെ തിളങ്ങാൻ ഈ 5ാമത്തെ വർഷത്തിലേക്ക് കടന്നത് വരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പെട്ടു. 5 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പോകുന്നു അല്ലെ? അത് വൻ വിജയം. കേരളത്തിലെ പല മേഖലകളിൽ പോയിട്ട് കളിക്കാൻ സാധിച്ചു. അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വളരെ കുറച്ച് പേരുണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് എല്ലാവരും കൂടെ തേടി വരികയാണ് ഉണ്ടായത്? തേടി വന്നതാണ്. നക്ഷത്ര എന്ന് പറഞ്ഞ ടീം ഇങ്ങനെ നമ്മള് രൂപീകരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതിൽ അമ്മമാരെ തന്നെ 1 ഇയർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമാരെയൊക്കെ തന്നെ കൊണ്ടു നടന്നിരുന്നു. പലരും നമ്മളോട് പറഞ്ഞു ആ അമ്മമാരെ കളഞ്ഞു. ഇപ്പൊ എന്നെ പറയണ പോലെ തള്ളേരെ കളയുന്നൊക്കെ പല ആൾക്കാരും നമ്മളോട് കാണുമ്പോ ആ തള്ളേരെ കളഞ്ഞൂടെ, പിള്ളേരെ മാത്രം പോരെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുമ്പോ തന്നെ ഇത്ര സ്വകാര്യം പോലെ വിളിച്ചിട്ടൊക്കെ ഫോൺ വിളിച്ചിട്ടൊക്കെ പറയും ടീമൊക്കെ നന്നായിട്ടുണ്ട്, തള്ളേരെ കളഞ്ഞൂടെ. അങ്ങനെ നമ്മളെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് നോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എനിക്കെല്ലാം പ്രശ്നം വരുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ എന്തായിരിക്കും ഈ നിമിഷം? ഒരു വിഷമമില്ല, സന്തോഷമുള്ളൂ. കാരണം വെച്ചാല് അതായത് ഈ മാങ്ങയുള്ള മരത്തുമേലെ ഒന്നാമത് അതല്ല ഉദ്ദേശം, അത് നശിച്ചു പോണെന്ന് ഉദ്ദേശിച്ചിട്ടാ പറയണത്. അത്രേ ഉള്ളൂ. അവരിനി ഉണ്ടാവരുത്. അവരെ 10 വട്ടം കളിയാക്കി കഴിഞ്ഞാൽ അവര് പിന്നെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് ചിന്ത. 10 തവണ അവരെ കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവര് ഫീൽഡിൽ ഉണ്ടാവൂല. അല്ലാതെ ഇപ്പൊ അവരുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ ഇത്രയും വർഷങ്ങളായി നമ്മളിപ്പോ ഒരാളെടുത്തുമ്പോട്ട് എനിക്കൊരു വീരനാട്യം കളിക്കാൻ ഒരു വേദി ഇതാ, അല്ലെ നിങ്ങൾ എന്നൊരു 10 രൂപ തായോ, ഞാൻ എന്റെ കുട്ടികളെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടില്ല. നമ്മളെ തേടിയാണ് ഇപ്പോഴും ജനങ്ങൾ വരുന്നത്. ഇപ്പൊ പ്രോഗ്രാം നമുക്ക് പോകാൻ പറ്റാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ, ഡേറ്റ് ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഈ വർഷം അടുത്ത സീസണും നമുക്ക് ബുക്കിംഗ് ആയി. 2027 ബുക്കിംഗ് ആയി.
ആഹാ. അതിനെന്താ പ്രശ്നം? എവിടെയെങ്കിലും ഒരു ചാൻസ് നാട്ടിലുണ്ടാവും. നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞത് അപ്പൊ പരിഹസിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ നമ്മളെ അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അതന്നെ. അത് നമ്മൾ ചിരിച്ചിട്ട് വിടുന്നവരുണ്ട്, എല്ലാരും മൂത്തേക്ക് സാരമില്ല ചിരിച്ചിട്ട് പോകുന്നവരുണ്ട്. ചിലപ്പോ എന്നെ ആദ്യം കണ്ടിരുന്ന ആൾക്കാർ ഈ പെണ്ണ് പെരിഞ്ഞെടുത്തുണ്ടായിരുന്നു അല്ലേ, ഈ പെണ്ണ് ഈ പെരിഞ്ഞെടുത്തുണ്ടായില്ലേ, എന്റെ പെരിഞ്ഞെടുത്ത് ഈ പെണ്ണ് പെരിഞ്ഞെടുത്തുള്ളതായിരുന്നു, അങ്ങനെ വരെ കണ്ടിട്ടേ മോളി പെരിഞ്ഞെടുത്തുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നല്ല എന്ന് പറയും. ഇപ്പൊ കാണുമ്പോ പെരിഞ്ഞെടുത്ത പെണ്ണൊക്കെ പോയി ഇപ്പ ജാതികല്ലേ വരണത്, ഇപ്പൊ അങ്ങനെയായി. അയാൾക്കാരെല്ലാം ജാതികല്ലേ വരണത് എന്നായി. അപ്പൊ രണ്ടും നമ്മൾ പഠിച്ചു ജനങ്ങളെ, മനസ്സിലായ? വീണ് കിടക്കുമ്പോഴും ജനങ്ങൾ കൊല്ലും, വീണോടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് പൊരുതിയാലും കൊല്ലും. അത് നമ്മൾ പഠിച്ചു. അതിലിപ്പോ ജീവിച്ചു പോകേണ്ട നമ്മുടെ ആവശ്യമാണ്. എന്റെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയില് ഇതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാളും കുറ്റം പറയേണ്ട ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാരണം എന്നിലൂടെ ആണെങ്കിലും ഞങ്ങളുടെ ടീം വളർന്നു. സ്വന്തമായി വിദ്യാഭ്യാസത്തിന് പോകാനുള്ള പൈസ, സ്വന്തമായി വണ്ടി മേടിച്ചവരുണ്ട്, സ്വന്തമായി ഗോൾഡ് എടുത്തവരുണ്ട്. അവരുടെ വീട്ടിലെ കറണ്ട് ബില്ല് തുടങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വരെ 15ഉം 12ഉം വയസ്സായ കുട്ടികളുടെ ഒരു ഇൻകം അവിടെ കൊടുക്കാനവരായിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഉണ്ടാക്കി കൊടുത്ത വഴിയാണ്. അതിൽ ഇനി ഈ കുറ്റം പറഞ്ഞവരെ കൊണ്ടൊന്നും നടക്കാറില്ല, നടത്തി തരാനും പറ്റൂല. പിന്നെ എന്തെന്നാ, നമ്മളിപ്പോ മറ്റുള്ളവരെ വീഡിയോ കാണുന്നുണ്ട്, ട്രോൾ ചെയ്യുന്നുണ്ട്, വിടുന്നുണ്ട്. ആരിപ്പോ പരിഹസിക്കാനിരിക്കുന്നത് നേരില്ലാത്ത ആൾക്കാരാണ്. നമുക്കൊന്നും നേരമില്ല അതൊക്കെ നോക്കിയിരിക്കുന്നു, ആരഭിനയിക്കുന്നു. നമ്മൾ വല്ല പോലത്തെ ഒരു സിനിമ കാണുന്നു, നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും യെസ്, ആ തിയേറ്ററിൽ ഒരു 3 മണിക്കൂർ കരയേണ്ട കരയും, ചിലപ്പോൾ ചിരിക്കേണ്ട കോമഡി സിനിമ കരയും, നല്ല ആക്ടിങ് ഉണ്ടെങ്കിൽ ചെയ്യടിച്ചു പോകും. നക്ഷത്രയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു അത്യാവശ്യം ഇപ്പൊ നല്ല പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണൻ ബ്രോയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ സ്റ്റാർട്ടപ്പ് ആണ്, അപ്പൊ അധികം എമൗണ്ട് ഒന്നും വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞു. നക്ഷത്രത്തിന്റെ ഒരു ഏവറേജ് എത്രത്തോളം ഏകദേശം ഒരു പ്രോഗ്രാമിനെ സെറ്റ് ചെയ്ത് നമ്മൾക്കൊരു എമൗണ്ട് കിട്ടും, എങ്ങനെയാണത്? 55,000 വരെ നമ്മൾ വാങ്ങിച്ചു. ഇത്ര പേരുണ്ട്, അപ്പൊ അതനുസരിച്ച് കുട്ടികൾക്ക് അത് കൊടുക്കുന്നുണ്ട് അല്ലെ? ഒരു കുട്ടിക്ക് ഒരു ദിവസം 2400 2800 രൂപ വെച്ച് വരെ ദിവസം കളി കഴിഞ്ഞ് പോകുമ്പോ ആ ടൈമിൽ തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരാള് വീതം 20 പേരുണ്ടെങ്കിൽ നമ്മളപ്പോ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് അതിനനുസരിച്ച് അപ്പൊ തന്നെ നമ്മൾ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞ് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പോവോ പളിയോ മാലയോ അല്ലെങ്കിൽ തെയ്യത്തിന് വേണ്ട ഇതുകളൊക്കെ വാങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് പെട്രോളും എല്ലാം കഴിച്ചിട്ട് നമ്മൾ ആ കാശി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഒട്ടും പറ്റാത്ത സ്റ്റേജുകൾ, ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമുകൾ വരുമ്പോൾ 1 മാസം 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കണക്കൊക്കെ നോക്കി നമ്മുടെ ചെലവുകളൊക്കെ നോക്കി വരവും ചെലവൊക്കെ എല്ലാവരും കൃത്യമായി ബോധിപ്പിച്ച് ഈക്വലായിട്ടാണെങ്കിൽ ഈക്വലായിട്ട്, കളിക്കാൻ വന്ന ആൾക്കാർക്ക് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുത്ത്, പിന്നെ നമ്മുടെ മക്കൾക്ക് തന്നെ ഒരു സന്തോഷമായിട്ട് ഒരു നന്നായി കളിച്ചു നോക്കാൻ നമ്മളൊരു ചെറിയ ഇതൊക്കെ കൊടുത്ത് സന്തോഷം കൊടുത്തിട്ടൊക്കെ പറഞ്ഞു വിടാറ് സീസൺ ഓഫ് ആവുമ്പോൾ. ഓക്കെ ഓക്കെ. ദെൻ അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങള് ടീംസ് എല്ലാവരും ചേർന്നിട്ട് ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ? അതുകൊണ്ട് എല്ലാണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റി സ്ഥലത്ത് സാമ്പാർ അല്ല, അപ്പൊ പോയി ഫുഡ് കഴിക്കും. ഞങ്ങൾ ട്രിപ്പ് പോകണം തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പ് പോകും. പിന്നെ എല്ലാവർക്കും കൂടി സന്തോഷം, ഇപ്പൊ സിനിമ കാണാൻ പോകുന്നതിന് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടുംബമാണല്ലോ, ഒറ്റയ്ക്ക് ഒരാളായിട്ട് പോവാറില്ല. അപ്പോൾ ഞാൻ എന്റെ കുട്ടികളെ വിളിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ ഒരു ഓടത്തും പോവാറില്ല, എല്ലായിടത്തും കുട്ടികളും ഒരാളെങ്കിലും ഇല്ലാണ്ട് അവരെ തുമ്പത്ത് എന്റെ കൈയുടെ തുമ്പത്തവരുണ്ടാവും, ആരെങ്കിലും 1 2 പേര്. ഇപ്പൊ തന്നെ കൂടുള്ളത് അതത്രേ ഉള്ളൂ. അവരെ ഇപ്പൊ ആ ലോകം അങ്ങനെയായി. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരു അമ്മ എന്ന രീതിയിൽ തന്നെയാണ് നക്ഷത്രയെ കൊണ്ടുനടക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് വിഷമം വന്നാലും എനിക്ക് എന്ത് വിഷമം വന്നാലും എന്റെ കുട്ടികളുണ്ടാവും. ഓക്കെ. അപ്പൊ ആശാനെ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരനാണ് കണ്ണൻ. പൊതുവെ പെൺകുട്ടികൾ മാത്രം കളിച്ചു പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീരനാട്യം കൈകൊട്ടി കളി എന്നൊക്കെ പറഞ്ഞത്. അവിടേക്ക് ഒരു ആൺകുട്ടി കടന്നു വരുമ്പോ ടീച്ചർക്ക് എന്താ തോന്നി? ഇത്രയും പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി നിന്നിട്ട് ഗംഭീരമായിട്ട് കളിക്കണം. കണ്ണനെ ഞാൻ കാണുന്നത് ദക്ഷ എന്ന് പറയുന്ന ഒരു വീരനാട്യത്തിന്റെ ഒരു സെലിബ്രേഷൻ, അവരുടെ 1 ഇയറിന്റെ ഒരു സെലിബ്രേഷന്റെ ഒരു ഇതിന് വന്നപ്പോഴാണ് ഞാൻ അവിടെ ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ കണ്ണനും 4 ടീമാണ് അവിടെ പങ്കെടുത്തത്, അതായത് കോമ്പറ്റീഷൻ ആയിരുന്നു അന്ന്. അപ്പൊ കളത്തില് ഇത്രയും 3 ടീമുകൾ കളത്തിൽ ഇറങ്ങി, ലാസ്റ്റാണ് കണ്ണന്റെ ടീം ഇറങ്ങിയത്, രുദ്രകാളിക എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ കണ്ണൻ ഒരു എൻട്രി കൊടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. കണ്ണൻ ജാനകിച്ചി എന്നും പറഞ്ഞിങ്ങനെ നമസ്കാരം പറഞ്ഞിട്ടാണ് കണ്ണൻ, അല്ല കാലില്ല, നമസ്കാരം ജാനകിച്ചി ആശാനെ എന്നും പറഞ്ഞിട്ടാണ് കണ്ണനായൊരു നല്ലൊരു ചെറിയോടുകൂടിയിട്ടാണ് അങ്ങനെ നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. അതെ അതെ, അത് പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. കണ്ണൻ നമ്മളെ വല്ലാതെ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ കടന്നു പോകണം. പക്ഷെ ഞാൻ കളി ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കണ്ണിങ്ങനെ
അല്ലാതൊരു ഇതിലേക്ക് എത്തി. കാരണം വെച്ചാൽ കണ്ണൻ ആ കളിനെ നിയന്ത്രിക്കുന്നുണ്ട്. കണ്ണൻ ഒരു ചോട് പോലും ഇങ്ങനെ മിസ്സാവാതെ ആ കുട്ടികളോടൊപ്പം മുതിർന്നവരുണ്ട് കുട്ടികളുണ്ട്. ആ ഒരു 15-20 മിനിറ്റ് അവര് ടീമിന് വേണ്ടിയിട്ട് ഒക്കെ എഫേർട്ട് എടുത്തിട്ട് കണ്ണൻ അതിനെ കൺട്രോൾ ചെയ്ത്, കോർഡിനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആശാന്റെ കയ്യിലായിട്ടും കാര്യമില്ല. കുട്ടികൾ അതുപോലെ നമ്മളെ സർക്കിളിൽ അവര് വരണം. അപ്പോഴേ അവിടെ നമ്മൾ ആ ഗെയിം കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരുള്ളൂ. അവരുടെ കൺട്രോളും നമ്മുടെ കൺട്രോളും കണ്ണുകളിലാണ് നിൽക്കുന്നത്. അതായത് ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോ എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മുടെ ഒരു വാച്ചിങ് ആണല്ലോ. ആ കൺട്രോളിൽ നിന്നിട്ട് ആ കുട്ടികൾ ഇച്ചിരി ഉള്ളൂ. ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞുങ്ങളാണ്. കണ്ടാലും 8-9 വയസ്സ്, ജീവനും ഇല്ല. കുഞ്ഞു കൊച്ചുങ്ങള്, മുടി കെട്ടാനും ഇല്ല, പാവാടയും ബ്ലൗസ് ഇടാനും ഒന്നും ഇല്ലവര്. എന്നിട്ട് ഇങ്ങനെ പട്ടപ്പെട്ടാന്ന് കിടന്ന് ഇങ്ങനെ പട്ടക്കണ മാതിരി കളിക്കണത്. അത് കോമ്പറ്റീഷനോട് ഇതല്ല. പിന്നെ കണ്ണ എന്റെ സർക്കിൾ എത്തുമ്പോ വല്ലാത്തൊരു ചെറി വെക്കുക. എന്റെ ഭാഗം എത്തുമ്പോ ഞാൻ ജഡ്ജ്മെന്റിന്റെ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് എത്തുമ്പോ വല്ലാത്ത ചെറി. അപ്പൊ ഞാൻ നല്ല അപ്പൊ എനിക്ക് ഒത്തിരി സത്യം പറഞ്ഞ അഭിമാനമാണ് തോന്നിയത് കണ്ണനെ കുറിച്ച് പറയാൻ. വെച്ചാല് പെട്ടെന്ന് ആരും വരൂല. ചില പെണ്ണുങ്ങളെ കൂടെ ഇത് കാണിക്കാൻ എനിക്ക് വേറെ വല്ല പണിക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ഇതിനോട് ചോദിച്ചിട്ടുണ്ടാവും. എന്നോട് ചോദിക്കണ പോലെ ഇതിനോട് ചോദിച്ചിട്ടുണ്ടാവും. വേറെ വല്ല പണിക്ക് കൂടെ ഇവർക്ക് വേറെ കൂലിപ്പണി എടുത്താലും എന്ത് കൈപ്പോട്ട് കളക്കാൻ കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഉറപ്പാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിൽ ഇത്ര ഭംഗിയായി ഇപ്പൊ വിനീത് ഡാൻസ് ആണല്ലോ സിനിമ നടൻ. വിനീത് ഡാൻസ് ആടിയപ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. കണ്ണനൊരു ഡാൻസ് കളിച്ചപ്പോ അത് ഭയങ്കര ഗോസിപ്പായിട്ടുണ്ടാവും. ഉറപ്പാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടമായി. അപ്പൊ കണ്ണന്റെ ടീമിന് സെക്കൻഡ് അടിച്ചു. അപ്പൊ ചെറിയൊരു വ്യത്യാസത്തിൽ കണ്ണന്റെ ടീമിന്റെ സെക്കൻഡ് അടിച്ചു. അപ്പൊ ഞാൻ നല്ല കാലിബറുള്ള ആൾക്കാരാണ്. അപ്പൊ കണ്ണന്റെ ഒരു മനസ്സാണ് ഞാൻ ആലോചിച്ചത്. അവിടെ ഇത്രയും പെണ്ണുങ്ങളുടെ വന്നു കളിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണ്ടേ. പിന്നെ ഫാമിലി ആ സപ്പോർട്ടൊക്കെ കൂടിയിട്ടൊരു നല്ല ദൃഢനിശ്ചയമുള്ള ഒരാളാണ് എന്ത് തന്നെ ആയാലും. കാരണം അവരിട്ടിട്ട് പോകാനും ഇത്രയും കമന്റ് എന്നെ പോലെ കേട്ടിട്ടുണ്ടാവും. എന്നിട്ടും തളരാതെ അവിടെ നിൽക്കണുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ അഭിമാനത്തോട് ഉള്ളിൽ വിളിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ കണ്ണനെ വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു, കണ്ണ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫീൽഡിൽ എത്ര കാലം ഉണ്ടാവും നമുക്ക് തന്നെ അറിയില്ലേ. എത്ര കാലം ഇത് ഉണ്ടാവും എന്നറിയില്ലേ. ഉള്ള സമയം കൊണ്ട് നമ്മളും നമ്മളെ വീട്ടുകാരെയും കുട്ടികളെയും ആ കുട്ടികളൊക്കെ കൂടി ചേർക്കുന്ന സമയം കൊണ്ട് പൈസയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ അനുഭവിച്ചതാ. ഒരു സെറ്റ് മുണ്ട് പോലും ഇല്ലാതെ നക്ഷത്രം നിന്ന സമയത്ത് ഒരാളും മുന്നോട്ട് വന്നിട്ട് ഇന്ന നിങ്ങൾക്കെന്ന് പറഞ്ഞ് തന്നില്ല. അധ്വാനിച്ചത് എന്നെ നേടിയിട്ടാണ് സെറ്റ് മുണ്ട് വരെ വാങ്ങിച്ചത്. അപ്പോ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ തളർച്ചയിലോ ഒരു വീഴ്ചയിലോ നമ്മളിതെല്ലാം കഴിച്ച ഒരു സമയത്ത് നമ്മൾ വീണ് കഴിഞ്ഞ് നമ്മളിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് പോലും നമ്മളെ വേണ്ടാത്തൊരു കാലം വരും. അപ്പോ ഇപ്പൊ ആവശ്യം കണ്ണന് ആവശ്യം ആ ടീമുമായി മുന്നോട്ട് പോകുമ്പോ കൈകൊട്ടിക്കളി കളിച്ചോ വീരനാട്യം കളിച്ചോ, പക്ഷെ അത് ഷോക്കളി കുറച്ചെടുക്കാം. മത്സരക്കളിക്ക് പോയ പൈസ ഇല്ല. പറഞ്ഞതാണ് വെച്ചാല് കണ്ണന്റെ കഴിവ് കാണാനുണ്ട്. ഇനിയും ജനങ്ങൾ അറിയണം. അപ്പൊ അതുകൊണ്ട് കണ്ണൻ കുറച്ച് ഷോക്കളിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വരണോന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെന്നും കണ്ണന്റെ കൂടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനും ഞങ്ങൾ ഉണ്ടാവും. ആശാനിപ്പോ കേരളത്തില് പല മേഖലയിലും ഇപ്പൊ കൈകൊട്ടി കളി വരുന്നുണ്ട്. വീരനാട്യം പലരും തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ആൺകുട്ടികളും അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. പറഞ്ഞ കുറച്ച് ടീംസ് ഒക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൺകുട്ടികൾ മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവോ? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതെനിക്ക് ആൺകുട്ടികൾ ഓണക്കളിയായിട്ടുള്ള ആൺകുട്ടികളെ കാണാം. അതിൽ ചിലപ്പോ ചിരിയുള്ള ആൺകുട്ടികൾ ഉണ്ടാവാറുണ്ട്. മുതിർന്നവര് വലിയൊരു വയസ്സായ ആളുകളൊക്കെ കൂടെ മിക്സിംഗ് ആണ്. പക്ഷെ കൈകൊട്ടിക്കളി എനിക്ക് തോന്നുന്നു ആൺപിള്ളേര് മാത്രമായിട്ട് വരാൻ സാധ്യത കുറവാ. വീരനാട്യം വെച്ചാല് ഇതിന്റെ സത്യം പറഞ്ഞ ഇതിന്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ വന്നു. കോസ്റ്റ്യൂമിലും ഈ പറഞ്ഞ പോലെ വളയും പൂവും സെറ്റുമുണ്ടൊക്കെ കൊടുത്തിട്ട് ആ ശാലീനമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഭംഗി എന്തെന്നെ ആയാലും ആൺപിള്ളേർക്ക് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേറെ ചേഞ്ച് ആണല്ലോ. അപ്പൊ മൊത്തത്തിൽ അത് അങ്ങനെ ആയി മാറുന്നു തോന്നുന്നില്ലേ. കാരണം അതിനെ ഭംഗിക്ക് കുറച്ചും കൂടി ആളുകൾ അത് വിലയിരുത്തിയിട്ടുണ്ട്. വിളിക്കുമ്പോ തന്നെ ഇപ്പൊ കമ്മറ്റിക്കാർ വിളിക്കുമ്പോ കോസ്റ്റ്യൂം വരാ പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റിന് പോയി എന്നൊക്കെ തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പൊ എങ്ങനെയാ ഈ ജഡ്ജ്മെന്റിന് ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ പുതിയ ടീമിന് വേണ്ടത്? 4-5 മാനദണ്ഡങ്ങളാണ് നമ്മളവിടെ ചൂസ് ചെയ്ത് കൊടുക്കാറുള്ളത്. എന്തൊക്കെയായിരിക്കും അത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം കൊടുക്കുന്ന ഇതാണ് മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉടുത്തിരിക്കുന്ന വസ്ത്രധാരണം, കയ്യിൽ ധരിക്കുന്ന വള, മാല, കമ്മല്, പൂവ് അത് മസ്റ്റായിട്ടായിരിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും കവറേജ് വരേണ്ട ഭാഗങ്ങൾ കൃത്യമായി നമ്മളത് മറച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 മണിക്കൂറായിരുന്നാലും 2 മണിക്കൂറായാലും പെർഫെക്ഷൻ മസ്റ്റ് ആയിരിക്കണം. അതിപ്പോ സെറ്റ് മുണ്ടായിരുന്നാലും പാവാട ബ്ലൗസ് ആയിരുന്നാലും കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ കൃത്യമായി കവർ ചെയ്ത് വളരെ നീറ്റ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചിരിക്കണം. ഒന്നാമത്തെ ഘടകം. പിന്നെ കാൽത്താളം, കൈത്താളം. അതെ, അതിന്റെ ആവശ്യം നമുക്ക് വരണില്ലല്ലോ. അപ്പൊ കൈത്താളം, പിന്നെ അത് കൈത്താളം, കാൽത്താളം, പിന്നെ കോർഡിനേഷൻ ഞാൻ നേരത്തെ കാണാനെ പറഞ്ഞ പോലെ ടീമിന്റെ ആശാനും
പിള്ളേരും പറഞ്ഞ പോലെ കോർഡിനേറ്റ് ചെയ്തിട്ട് അതായത് സ്പ്ലിറ്റേഷൻ വരേണ്ട ഭാഗങ്ങൾ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്യണം. ആശാൻ ഇത്രയും സ്പീഡിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുകയാണ്. ഈ കണ്ണിന്റെ ഭാവം കൊണ്ട് എങ്ങനെ ഒരാളെ എതിരിക്കാൻ പറ്റും? അത് എനിക്കത് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല അല്ലെ? അതിപ്പോ കൈ അവരുടെ കയ്യിൽ നിന്ന് ആ സ്റ്റെപ്പ് പോകുന്നു എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കേച്ചിയുടെ മുഖം എന്തെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അവരുടെ തോട്ട് പോണത്. അപ്പൊ ആ കണ്ണുകൾ പെട്ടെന്ന് നമ്മളടുത്തേക്ക് വരും. അപ്പൊ നമ്മളും നമ്മുടെ കണ്ണിലുണ്ടാവും അത് തെറ്റി അല്ലെങ്കിൽ അത് പോയി എന്നുള്ളത്. ഉടനടിയെ കുറിച്ച് കുമ്പിടും, തല കുമ്പിട്ടിട്ട് എങ്ങനെയെങ്കിലും അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു വ്യഗ്രതയാണല്ലോ. അത് പോയില്ലേ, നമ്മളെപ്പോഴും കളി സ്ഥലത്ത് ഇറങ്ങണേക്കാൾ സ്റ്റെപ്പ് പോവായിരിക്കും. പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പും അത് കാണിച്ച് ഉറപ്പി നിൽക്കരുത്. ഒന്നില് പോയി പൊക്കോട്ടെ, പാട്ട് തീരാൻ സമയമുണ്ടല്ലോ, പക്ഷെ അടുത്ത ഭാഗങ്ങൾ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ ഒരു ആദ്യം വരുന്ന കണ്ണ് എന്നിലേക്കാണ് ആദ്യത്തെ കണ്ണു വരിക. ആശാൻ കണ്ട എന്നുള്ള ചിന്തയാണ് വരുന്നത്. പിന്നെ മനസ്സിടാൻ പാടില്ലല്ലോ. നമ്മൾ അവരോട് പറയും സോ സിമ്പിൾ. സോ അങ്ങനെയാണ് കാണിക്കുന്നത്. പോരായികല്ല, കഴിഞ്ഞു പോയി, ഇനിയും കിടക്കല്ലേ പാട്ടുകള്. ഒരു പാട്ടിന്റെ ഒരു സെക്കൻഡ് ഒന്നും പോയിട്ട് എന്ത് വരാൻ പോണു, കണ്ടിന്യൂ. അപ്പൊ അവരോട് ചിരിച്ചിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ചേച്ചി ഇനി ബാക്കി അവിടെ വരുമ്പോ കുട്ടിയായിരിക്കും. എന്നാൽ ഇവിടെ ഒക്കെയാണല്ലോ. ചീത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നല്ല വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ചില സന്ദർഭങ്ങൾ എന്ന് വെച്ചാലേ ചില കളി സ്ഥലത്ത് പോകുമ്പോഴല്ലേ കളിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടല്ല, അയൊരഹങ്കാരത്തിൽ അങ്ങോട്ട് വന്നിക്കും. അയൊരഹങ്കാരത്തിൽ തന്നെ വന്നിക്കും. എന്നിട്ട് പിന്നെ കാണിക്കുമ്പോ ചിലവര് വേണ്ടേ അങ്ങനെയൊക്കെ കളിക്കൂട്ടാ. നമുക്ക് സങ്കടം വരും. കളിച്ച പാട്ട് തന്നെയാണ്, പുതിയ പാട്ടൊക്കെ എടുത്താ പറയണ്ട, ഭയങ്കര എനർജിയാണ്. ഇതുവരെ കളിക്കാത്ത പാട്ടൊക്കെയാണല്ലോ, ടച്ച് കളിക്കണം. ചില പാട്ടൊക്കെ കളിച്ച് ബോറ് പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് വിചാരം അതൊക്കെ കളിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ. ജനങ്ങള് ഭയങ്കര സംഭവ, എല്ലാവരും കേച്ചണവർക്ക്. അവരിന്നിട്ട് ലാസ്റ്റ് നമ്മളോട് വിളിച്ചു പറയും ആ കൊച്ചു പോരായിരുന്നില്ല, കൊച്ചു പോരായിരുന്നില്ല എന്നൊക്കെ നമ്മളോട് പറയും. അപ്പൊ ഞാൻ പറയും അത് കിട്ടണം എന്ന് പറയും. അതുള്ള കാര്യമുള്ളത് അവരോട് അപ്പന്നെ പറഞ്ഞു കൊടുക്കും. നിന്നെ പറ്റി ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടന് പറഞ്ഞെന്ന് പറയും. അവരോടത്ത് വല്ലതും പോയി ചോദിക്കും. ഇല്ലല്ല അപ്പൊ ആ ചേട്ടനാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ആന്റി പറഞ്ഞല്ല, ആ കൊച്ചു പോരായിരുന്നില്ല, ആ കൊച്ചിന് വല്ല വയ്യായി ഉണ്ടായിരുന്നു, അന്ന് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെ ചോദിക്കുന്നവരുണ്ടേ. ഞാൻ എനിക്കാണെങ്കിൽ കിടന്ന് സഹിക്കാൻ പറ്റൂല. കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങണ്ട, കളത്തിലിറങ്ങണ്ട, അവിടെ ഇരുന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷെ കളിക്കുകയാണെങ്കിൽ സിൻസിയറായിട്ട് കളിച്ചിരിക്കണം. അത് എന്റെ നിർബന്ധമാണത്. കളിസ്ഥലത്ത് കളിക്കുന്ന സമയത്ത് നിരവധി ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് ആശാനക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്തായിരിക്കും? കുറെ പേര് എന്തൊക്കെ കൊണ്ടുതരാത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോ എനിക്ക് ഒട്ടും ജീവിതത്തിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും മറക്കാൻ പറ്റാത്തൊരു പേഴ്സണാണ് എന്റെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രായത്തിലുള്ള ഒരു അമ്മ. എനിക്ക് ഗോൾഡ് തന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യമായിട്ട് എന്റെ കൈകളില് സ്വർണത്തിന്റെ ഒരു മോതിരം കൊണ്ടുവന്ന് കളി സ്ഥലത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് ടൈം അമ്മ എനിക്ക് കമ്മല്, സ്വർണത്തിന്റെ കമ്മല്. പിന്നെ ഒരു കളി സ്ഥലത്ത് പറയാൻ പറ്റില്ല നമുക്ക് വെച്ചാല് ഒരു പെണ്ണിന് വേണ്ട ഒരുവിധ സാധനങ്ങൾ, കോസ്മെറ്റിക്സും ബദാംപരിപ്പും മണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും ഒരു ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള ലിപ്സ്റ്റിക്കുകളും നമ്മൾക്ക് മേത്ത് തേക്കാനുള്ള ക്രീമുകളും അങ്ങനെ ഒരു രക്ഷയില്ല. അത് വേറെ കളി സ്ഥലത്ത് നിന്ന് ചെല്ലുമ്പോ ഇപ്പൊ ജാനകിക്ക് പറഞ്ഞ പോലെ സെറ്റ് മുണ്ട് എടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ കൊല്ലത്തും ജയൻ ചേട്ടൻ എന്നാണ് ചേട്ടൻ ഉണ്ടായിരുന്നു. 24 പേർക്ക് സെറ്റ് മുണ്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇതേപോലെ ഇന്റർവ്യൂലൊക്കെ ഞാൻ എന്തോ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമായി. ആ വിഷമം കണ്ടപ്പോ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേട്ടൻ പുറത്തുനിന്ന് വന്ന ആളാണ് കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിക്കാനുള്ള. ജാനകിക്ക് ഇനി പ്രവാസികളാണ് കൂടുതൽ നമ്മളെ സപ്പോർട്ട്, പറയാതിരിക്കാൻ വയ്യട്ട. കാരണം ഇപ്പൊ പ്രവാസികൾ എല്ലാ ദിവസവും എനിക്ക് കോള് വരാത്തൊരു ദിവസമില്ല. ജാനകിയെ പുതിയ റീല് വന്നല്ലോ, ഞങ്ങൾ ജാനകിനെ കാണാൻ വേണ്ടി പണി സ്ഥലത്തുനിന്ന് മൂടിക്കത്തച്ച് ഫോൺ തുറന്ന് നോക്കുമ്പോ ജാനകിനെ കണ്ടാൽ മതി എന്ന് വെച്ചിട്ടാ ഫോൺ തുറക്കുന്നത്. ഉറങ്ങും വരെ ജാനകിയെ കണ്ടോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിഷമമാണ്. അവരിതുപോലെ സെറ്റ് മുണ്ട് വാങ്ങിക്കാനുള്ള പൈസ തന്നു. പിന്നെ എല്ലാ കുട്ടികൾക്കും എല്ലാ സ്ഥലത്തും ഫോട്ടോ ഫ്രെയിം, ഓരോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോലും അറിയില്ല അവർ കൊണ്ടുപോകും. ഞാൻ ആരും ഇതുവരെ നിരസിച്ചിട്ടില്ല. കാരണം നമ്മുടെ മക്കളൊക്കെ ചെറുതല്ലേ, അവർക്ക് വലിയ അംഗീകാരം കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യമില്ല. ആരെയും ഇതുവരെയ്ക്കും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്റെ വീട് എന്ന് പറയണത് ഇപ്പൊ നിറഞ്ഞു, സമ്മാനങ്ങൾ കൊണ്ട് നിറഞ്ഞു. വിൽക്കാൻ സാധില്ലാത്ത അത്രയ്ക്കും സംഭവങ്ങൾ. അവരമ്മമാര് അമ്മമാർക്ക് ഭയങ്കര ക്രൈസാണ്. അമ്മമാര് പലതരത്തിലുള്ള ഒരു അമ്മയുണ്ട്, മാല ഉണ്ടാക്കി എല്ലാ കളി സ്ഥലത്തും വരും.
വാലപ്പൊ കോസ്റ്റ്യൂമൊക്കെ നേരത്തെ കണ്ടെത്തി പോലെ കറുപ്പിന് കറുപ്പ്, പച്ചക്ക് പച്ച, വെള്ളവാലൊക്കെ മുത്തൊക്കെ കെട്ടി സ്വന്തം ഇരുന്ന് ചെയ്തിട്ട് കൊണ്ടുവരും. പിന്നെ ഇടുക്കിന്ന് ഒരു ചേച്ചി ഒരു ദിവസം വീട്ടില് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഇടുക്കിന്ന് കോള് വന്ന് ആ ചേച്ചി 2 ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇടുക്കിയിൽ വന്ന ചേച്ചിക്ക് എനിക്ക് 3 ചുരിദാറ്, സാരി എല്ലാരും മേടിച്ചു തരാനുള്ള സമ്മതം. അതങ്ങനത്തെ പ്രശ്നം എല്ലാവരും ഉണ്ട് എന്റെ കൂട്ടത്തിൽ. ഇപ്പൊ എന്റെ കുട്ടികൾക്ക് പോലെ തന്നെ എല്ലാവരും ഗിഫ്റ്റുകൾ തന്നു. ജാനകിനെ സന്തോഷവതിയാക്കി. അതെല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. യെസ്, ജാനകി ചേച്ചി, അപ്പോൾ നിലവിൽ ഇപ്പോൾ ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് വീരനാട്യത്തിലും കൈകൊട്ടി കളിയിലും. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ളൊരു താങ്കളുടെ അഭിപ്രായം എന്താണ്? എല്ലാ വീരനാട്യത്തിന്റെയും കുട്ടികൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടൊക്കെ തന്നെ ആയിരിക്കും ഒരുവിധ ടീമുകൾ വന്നിട്ടുള്ളത്. എനിക്ക് എല്ലാ ടീമുകളോടും നല്ല രീതിയിൽ പറയാനുള്ളത്, എനിക്ക് എല്ലാവരോടും നല്ല ബഹുമാനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെയ്ക്കും ഒരു ടീമിന്റെ പരിപാടി കാണാൻ പോയിട്ടോ പരിപാടി സ്ഥലത്ത് വെച്ചിട്ടോ ഒരു ടീമുകളെ ഞാൻ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ സംസാരിക്കുകയോ ഇതുവരെക്കും ചെയ്തിട്ടില്ല. മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. നമുക്കറിയാം അതിന്റെ കഷ്ടപ്പാട് എത്രത്തോളം. നമ്മളുടെ ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരു 3 മണിക്കൂർ കളി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാല് കഴക്കും, തണ്ടൽ വേദന, ചുട്ടുപൊള്ളുന്ന വേദനയോടും നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ വരെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവരുടെ വീട്ടുകാരെടുക്കുന്ന ഒരു എഫേർട്ട് എത്ര തന്നെയാലും എല്ലാ ലക്ഷറി വീട്ടിലെ പിള്ളേരില്ലല്ലോ. എല്ലാം ആ രീതിയിൽ വരുന്ന പിള്ളേർക്ക് ഉണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതുവരെയ്ക്കും ഒരു ടീമിനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അവരാശന്മാരോടായിരുന്നാലും കുട്ടികളോടായാലും. ഞാൻ ഒരുപാട് വേദികൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും, നല്ല ടീമുകൾ ഉണ്ടാവും. അവരെ കൊണ്ടുവരുന്ന ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊക്കെ ഇനി സോഷ്യൽ മീഡിയ എത്താൻ അധികം താമസം വേണ്ടി വന്നില്ല. പക്ഷെ ഇപ്പോഴും കഴിവുള്ളവർ താഴേക്കടലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അതുപോലെ വന്നാണ് ചരിത്രകാളിക, ശ്രീപാദം, ആ കുട്ടികളൊക്കെ അത്ര ഇതിൽ വന്നിട്ടുള്ളതായിരുന്നു. അപ്പോ എന്റെ ഒരു എഫേർട്ട്, എന്റെ പരമാവധി എഫേർട്ട് അതിന്റെ പിന്നിലുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ശൈലിയിലുള്ള പിള്ളേര് നമ്മളെ തന്നെ പരിഹസിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളെ ഇതാക്കാന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം വിഷമമുള്ള കാര്യം. കാരണം എന്റെ മനസ്സറിഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ പോലും ഞാൻ ഇത്രയും നാളിനുള്ളിൽ വേദനിപ്പിച്ചിട്ടില്ല. എന്റെ കുട്ടികൾ എന്നെ അമ്മാന്ന് വിളിക്കുന്നത് രഞ്ജമ്മാന്ന് വിളിക്കുന്നത്. അപ്പൊ ആലോചിച്ചൂടെ, ആ മക്കളോട് കാണിക്കണ അതേ സ്നേഹം തന്നെയാണ് കളത്തിൽ വരുമ്പോ മറ്റൊരു ടീമിനെ കണ്ടുവരുമ്പോ പരിഹസിക്കേണ്ട ഒരു ആവശ്യം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനി വരാനിരിക്കുന്നവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. എല്ലാവരും നല്ലവരായിട്ട്, നല്ല കൈകുട്ടികളിൽ നല്ല കഴിവുള്ളവരായിട്ട് മാറണം. നമ്മളെ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എന്നും നിങ്ങളും ഉണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇനിയുള്ള തുടർന്നുള്ള എല്ലാവിധ പരിപാടികൾക്കും ഇനി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു ആശാന്റെ വീരനാട്യം കാണാനായിട്ട്. വെറൈറ്റികൾ ഒത്തിരി ഇനി ആശാൻ കൊണ്ടുവരുന്ന പ്രതീക്ഷയിൽ നമുക്ക് എന്തെങ്കിലും നിന്ന് ഷോ അതിൻ്റെ പേരിന് മുന്നേ ആശാൻ എപ്പോഴും എവിടെ പോയാലും കൂടെ കൂട്ടുന്ന ടീമുണ്ട് അല്ലേ? ആരാണത്? നമ്മുടെ മക്കൾ തന്നെ. അതാണ് രണ്ടുപേരല്ലേ എപ്പോഴും കൊണ്ടുപോകുന്നത്. മീനു, ബാല, അനാമിക, അപർണ. അനാമിക, അപർണ എന്നൊക്കെ പറഞ്ഞ എന്റെ മക്കളാണ്, കുട്ടികളാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ആരാണത്? ഇന്നുള്ളത് ഞങ്ങളുടെ അപ്പു, അനാമിക. ഒന്ന് വിളിച്ചാലോ നമുക്ക് അവരൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിക്കാനായിട്ട്. സോ നമുക്ക് അനാമികയും അപ്പുവിനെയും കൊണ്ട് സ്വാഗതം ചെയ്യാം. അനാമിക, അപ്പു, ഓൾവേസ് വെൽക്കം. എത്ര നാളായി ഇപ്പൊ നിങ്ങള് ചേച്ചിയുടെ ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയോ? എങ്ങനെയാണ്? 4 വർഷമായി. ഇപ്പൊ എന്താ ചെയ്യുന്നത്? പഠിക്കാണോ രണ്ടുപേരും? എന്ത് ജോലി? ആഹാ, മിടുക്കി. എന്ത് ജോലി ആണോ? ആഹാ, ഓൾ ദി ബെസ്റ്റ്. യെസ്. അപ്പൊ എങ്ങനെയുണ്ട് വീരനാട്യം അതുപോലെ തന്നെ കൈകൊട്ടിക്കളി? 4 വർഷമായി 5 വർഷമായിട്ട് ഇങ്ങനെ തുറന്നു പോവാണ്. എന്താണ് നിങ്ങളുടെ ഒരു ഔഡി ഫീൽ? നല്ല ഇത് രണ്ടുപേർക്കും കരച്ചിൽ വരുന്നുണ്ടോ? സന്തോഷം കൊണ്ട് ആണോ? ഡേറ്റിന്റെ പ്രോബ്ലം? ഓക്കെ. അപ്പൊ ചേച്ചി പറയൂ, എങ്ങനെയാണ് രണ്ടുപേരും ഇരുത്തി കൊണ്ടൊന്നും പോയെത്തിയേ? അല്ലെങ്കിൽ 2 ചേച്ചി പറഞ്ഞേ. 5 വർഷത്തിലേക്ക് തുടക്കം മുതലേ ഉണ്ട്. അപ്പൂന് കുറച്ച് കളി അത്ര വലിയ വശം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്താണ് വന്നിരുന്നു. അപ്പൊ അപ്പനോട് ഞാൻ പറഞ്ഞു, ചേച്ചി കളിക്കണ കണ്ട രഞ്ജു കളിക്കണ, രഞ്ജു തന്നെ വിളിക്കാറുള്ളൂ. അനിയത്തിലെ കുട്ടികളാണ്, രഞ്ജു തന്നെ വിളിക്കാറുള്ളൂ. അപ്പൊ ഞാൻ പറയാം രഞ്ജമ്മാന്ന് വിളിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കൂടി കയറിക്കോന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും അറിയില്ല രഞ്ജു എന്നൊക്കെ പറഞ്ഞു. ശരിയാക്കി എടുത്തോളാന്ന് പറഞ്ഞു. പക്ഷെ അനാമിക ഞങ്ങളുടെ നക്ഷത്രത്തിലെ പവറാണ്. പ്രകടനം നക്ഷത്രയിൽ വന്നിട്ട് കാഴ്ചവെച്ചിട്ട് അവൾ പോവാറുള്ളൂ. അവളുടെ ഏതൊരു വീഡിയോ എടുത്തോ നോക്കിയാലും അവൾ ഈ പറഞ്ഞ പോലെ കുഴപ്പമുള്ള ഒരു കളി തുടരുമോ അതല്ലെങ്കിൽ
അത് നിർത്തും, ഇനി വരാൻ പറ്റില്ല. അയ്യോ വിഷമുണ്ടോ? വിഷമുണ്ട്. ഇങ്ങനെ നമ്മള് പുറത്തേക്ക് പോകുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റാത്തൊരു വിഷമം. അത്രമാത്രം ഇതിലൊരു ഹാർട്ട് ആൻഡ് ടച്ച് ആയി തുടങ്ങി അല്ലേ പേരുനാട്യത്തിലെ? എങ്ങനെ ആശം പറഞ്ഞു ഭയങ്കര കൈകാലം കുഴപ്പമായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മണിക്കൂറുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ ഡാൻസ് കളിക്കല്ലേ, 10 മിനിറ്റ് 20 മിനിറ്റോളം അല്ലേ? എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ടൈറ്റ് ആൻഡ് ടൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാവാറുണ്ടോ ഡാൻസിന്റെ ഇടയിൽ? പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ നന്നായി കളിക്കുന്നു അതല്ലേ? ഒരൊറ്റ കെട്ടായിട്ട് നിന്നിട്ട് ഞങ്ങള് ടീമിനെ അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് ആകാശത്തേക്ക് എത്തിച്ചു. അവർക്ക് ഒരു ദിവസം ഇപ്പൊ പ്രോഗ്രാം ഇല്ലാണ്ടായിരുന്നു വിഷമം. എല്ലാവരെയും കാണാൻ പറ്റൂല, എല്ലാവർക്കുള്ള എന്റർടൈൻമെന്റ് കളിക്കളത്തിൽ വരുമ്പോ പിന്നെ ഫാൻസാരാണല്ലോ. എങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ ഫാൻസാരൊക്കെ? പുറത്തേക്ക് പോകുമ്പോ ജാനകേച്ചിന് ഓൾവേസ് എല്ലാവരും അറിയാം, അത് നമുക്ക് വിടാം. ആ പാക്കേജ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3 പേർക്ക് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബസ് പബ്ലിക് പ്ലേസുകൾ പലതും ഉണ്ടാവും, കോഫി ആ ഒരു ഏരിയ ഉണ്ടായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? ആരും വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് ഹലോ ചേട്ടാ അനാമികയല്ലേ അപ്പു അല്ലേ എന്ന് ചോദിക്കുന്ന ഉണ്ടായിട്ടുണ്ടോ? ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞു ആദ്യം. ഇപ്പൊ ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരുമ്പോ ഞാൻ ബസ് ഇറങ്ങാൻ നിൽക്കുന്ന അടുത്ത് ചേട്ടൻ തോണ്ടിട്ട് പറഞ്ഞു, ചേട്ടൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ആ ചേട്ടൻ ഓർത്ത് നോക്കി ഞാൻ എവിടെ കണ്ടിട്ടുള്ള പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു വീരനാട്യത്തിന് പോയ ചേട്ടനല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, ചേട്ടന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷം. എന്നുവെച്ചാല് തൃശ്ശൂർ ജില്ലയിൽ എടുക്കുന്ന ഞാൻ എറണാകുളം ജില്ലയിൽ വന്നിട്ട് ഒരാളിങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ എവിടെ എത്തി എന്നുള്ളത്. അതൊരു സന്തോഷമായി. ഒരു ഉത്സവ പറമ്പിൽ പോയാലും ആൾക്കാരെ പിടിച്ചിരുത്തി മോനൊരു ഫോട്ടോ എടുത്തോട്ടെ സെൽഫി എടുത്തോട്ടെ ചോദിച്ചിട്ടൊക്കെ സ്റ്റാറായി. നാടറിയുന്ന ഒരു കലാകാരനായിരിക്കും ഞാൻ. വെരി ഗുഡ്, ആശംസകൾ. എന്താണ് പറഞ്ഞോളൂ. എന്റെ പേരൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ചോദിക്കാൻ അപ്പൊ അനാമിക ഞെട്ടിപ്പോയി. ആദ്യം വന്ന് ചോദിക്കാതാ കാലിലെങ്ങനെയുണ്ട്, അതെ കാല് ഇതുപോലെ സ്ലിപ്പായിട്ടൊന്നും മടങ്ങി ആളെ കാല് പരിപാടിക്കിടയില്. പിറ്റേ ദിവസം കളിന്റെ 2 ദിവസം കഴിഞ്ഞ കളിന്റെ കളിക്കളത്തിൽ ഈ പ്ലാസ്റ്റിട്ട കാലൊക്കെ ആയിട്ട് കളി കാണാൻ വന്നു. അപ്പൊ വീഡിയോ നടന്നു പോയിട്ട് ആളൊരു എന്തോ പറഞ്ഞു കൊടുക്കണ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലുള്ള പിള്ളേര് പകർത്തിയെടുത്ത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പൊ ചെന്നാലും കാല് ശരിയായാലും പിന്നെ ഒടിഞ്ഞു. അപ്പൊ എല്ലാരും ഇപ്പോൾ ഒടിച്ചു തന്നെയാ. ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് കാര്യ. മേറ്റൊക്കെ ഭയങ്കരമായിട്ട് പഴുക്കൂലോ, മഴക്കാലത്ത് വെള്ളം കൂടി നനയുമ്പോ നമ്മളെ പിള്ളേരെ കയ്യിൽ നിന്ന് പോകും. ഫാസ്റ്റൊക്കെ അടിച്ചു പോകുമ്പോ കാല് സ്ലിപ്പായി മടങ്ങി പിള്ളേർക്ക് തന്നെ അപകടം എപ്പോഴും. എനിക്ക് എത്ര തവണ പറ്റി. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് വെക്കാണ്ട് പിറ്റേ ദിവസം പ്ലാസ്റ്റിക് ചുറ്റി ബാൻഡേജ് ഇട്ടൊക്കെ നമ്മൾ വന്ന് കളിക്കളത്തിൽ കളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. എടുക്കുന്ന എഫർട്ട് ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ശാരീരികമായും മാനസികമായും. നമ്മള് കളി വിളിക്കുമ്പോ തന്നെ ആളുകൾ ചോദിക്കുക എത്ര പേരുണ്ട് ടീമില്? 18 പേര്. അപ്പൊ എണ്ണിയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. 18 പേരുണ്ടെന്നിട്ട് കാണില്ലല്ലോ, 14 പേരുള്ളൂ. ഏത് മനസ്സിലായി? ആ ഒരു ഇതൊക്കെ കാണുമ്പോ കളിയിലായ ഒരു കോർഡിനേഷൻ തന്നെ മാറും. 1-2 പേരൊക്കെ കൊണ്ട് ചേഞ്ച് ആകുമ്പോഴേ ആ ഭാഗം ചെയ്യുന്നവരും അല്ലെങ്കിൽ അവര് തമ്മിലുള്ള സിങ്ക് അതൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. എങ്ങനെയെങ്കിലും ഇവരെ കാര്യം മടങ്ങിയിട്ടായാലും വേണ്ടില്ല, ലാസ്റ്റ് ചുറ്റിച്ചിട്ടായാലും വേണ്ടില്ല, പെറ്റാവുന്നത് കളിച്ചിട്ട് മാറിയിരുന്നോ. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമായിട്ടല്ല, രക്ഷയില്ലാണ്ടൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ സീസൺ ടൈം ആകുമ്പോ പിള്ളേർക്ക് എക്സാം, ചെറിയ കുട്ടികളല്ലേ, അവരെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിൽ അടുത്ത ആളൊക്കെ ഏറ്റണ്ടേ. ജോലി നേടി കുട്ടി, അതിനിടയിൽ ശമ്പളം ആവശ്യങ്ങളെല്ലാവരും നടത്തിയിട്ടുള്ളത് വീരനാട്ടിൽ തന്നെയാണ്. അവൾ പഠിക്കാനായിരുന്നാലും അവളുടെ എല്ലാ ആവശ്യങ്ങളും ഇപ്പൊ വീട്ടിലേക്ക് അല്ലാത്തതെല്ലാ ആവശ്യങ്ങളും ഒക്കെ അവര് ചെയ്തു കൊടുക്കണം. അപ്പു എങ്ങനെയാണ്? അപ്പുവിന് എങ്ങനെ എക്സ്പീരിയൻസ്? അപ്പു ഭയങ്കര ചമ്മലായിട്ടുള്ള ഒരാളാണ്. ബാക്കോട്ട് സോഷ്യൽ മീഡിയ വേണമെന്നില്ല, ആരും ഫോട്ടോ എടുക്കണോന്നില്ല, ഒരു വീഡിയോ തന്നെ ഒന്നുമില്ല. അപ്പൊ ഭയങ്കര സൈലന്റ് ആണ് അല്ലെ? നമ്മളോട് മാത്രം പരാതി. ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടേ ടീമിലുള്ളവരോടില്ല, ആരോടും അത് ശരിയായില്ല, അവരോടും മിണ്ടാതിരിക്കാൻ പറയാം. ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഇതുള്ളൂ ഒരു അഭിപ്രായം. ഞാനത് അവരോട് അപ്പോഴും പോയി അവരോടൊന്നും പറയില്ല. അപ്പൂന് 3 മണിക്കൂർ ഭംഗിയായി കളിക്കണം, കളിക്കളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണം. അപ്പൂനൊരു ഫോട്ടോയും വേണ്ട, ഒരാളുടെ ഒരു ഇതും വേണ്ട, ഒന്നും വേണ്ട. അത് ഉള്ളത് കഴിയാൻ ഇങ്ങോട്ട് പോരാ.
എന്ത് പരാതിയും പരിഭവങ്ങളും ഇങ്ങനെ തൊട്ട് മുന്നേ ഞാൻ ചോദിച്ച പോലെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ പബ്ലിക്കില് ഈ പറഞ്ഞ പോലെ തന്നെ അർത്ഥം മുമ്പ് ചോദിക്കാറുണ്ട് കൂടുതൽ രഞ്ജിനോട് മുമ്പ് ഒറ്റയ്ക്കായിട്ട് ആരും വന്ന് ചോദിച്ചിട്ടില്ല അല്ലെ? ചോദിക്കും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ചോദിക്കും. ലാസ്റ്റ് ഇൻ വൺ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഓടി വന്നിട്ട് കാണാൻ അതിമനോഹരിയാണ് എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഓ ജാനകി സുന്ദരിയാണ്, കളിക്കളത്തിൽ വന്ന് നിൽക്കുമ്പോ എന്ത് ഭംഗിയാണ് ചെറിയ ലവ് യു. അതെല്ലാവരും പറയും. പിന്നെ വേറെ നമ്മൾ നോർമൽ വേഷത്തിലൊക്കെ കാണുമ്പോ ചിലവർക്കൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ വേണ്ടട്ടാ ജാനകി, നമുക്ക് വളയും മാലയും പൊട്ടും ഇതൊക്കെ ഇട്ടിട്ട് എന്ത് സുന്ദരിയായിട്ട് വന്ന് നിൽക്കൂലേ ജാനകി, ഇനി കരയരുത്, ഇതുപോലെ സുന്ദരിയായിട്ട് വന്നിരിക്കണം എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ നടക്കണമെന്നൊക്കെ പറയും. ആലപ്പുഴയിലൊക്കെ പോകുമ്പോഴേ അവരോട് ചെല്ലുമ്പോ പറയും ജാനകിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയാണ്, ആ മുഖത്ത് ആ ചെറിയ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വീഡിയോയിലോ എനിക്ക് വരൂലേ, അപ്പോഴേക്കും ആ ഭാഗം വട്ടം വരച്ച് നമ്മൾ വാട്സപ്പിൽ വരും. എന്തിനെങ്ങനെ ഇരിക്കുന്നത് വിഷമിച്ച്, ഞാൻ സങ്കടപ്പെടുന്ന മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിഷമിച്ചിട്ടിരിക്കുന്നതല്ല വെറുതെ, അത് ആ ചെറിയിലാണ് ഭംഗി, ആ ചെറി പോരെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂവിന് ക്ഷണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കരയാൻ പാടില്ല. ഓർക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഓൾവേസ് ഹാപ്പി. എന്തായാലും 4 പേരെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ, ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മളറിയുന്ന നമ്മളുടെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത ആൻഡ് നമ്മുടെ ആശാൻ നക്ഷത്രയുടെ പ്രിയപ്പെട്ട ആശാൻ ജാനകിയായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അതിൻ്റെ രുദ്രകാളികയുടെ കണ്ണൻ ആൻഡ് പിന്നെ വിത്ത് ടീംസ്. ഇനി എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും സമയം നമുക്കൊപ്പം സ്പെൻഡ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും താങ്ക് യു.